ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. ഈ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലാണ്. എന്താണ് സ്വർഗത്തിലെ ദൈവാലയം? ഭൂമിയിലെ ദൈവാലയങ്ങളെക്കുറിച്ച് നമുക്കറിവുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യവും ആലയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നാം ചിന്തിച്ചിട്ടുണ്ട്. പുതുതായിട്ട് കടന്നു വന്നവരുടെ അറിവിലേക്ക് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ പഠിച്ചാൽ, ഒന്നാമത് സമാഗമന കൂടാരമാണ്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അവർക്ക് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ട് നൽകി കൊടുത്ത സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരം പണിതത് മോശയാണെങ്കിലും പർവ്വതത്തിൽ കാണിച്ച മാതൃക അനുസരിച്ച് സ്വർഗീയമായതിൻ്റെ നിഴലിൽ എന്നാണ് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ സ്ഥിരമായ ഒരു ദൈവാലയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലായിരുന്നു ഭൂമിയിലെ സമാഗമന കൂടാരം. പിന്നീട് ഈ സമാഗമന കൂടാരം മാറ്റിയിട്ടാണ് ശലോമോൻ യെരുശലേം ദേവാലയം പണി കഴിപ്പിച്ചത്. അത് നെബൂഖദ്നേസറാണ് BC 597 606 ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ നശിപ്പിക്കുകയും അതിൻ്റെ അകത്തെ ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് ശിനാറിൽ തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നത്. പിന്നീട് കോരശിൻ്റെ കൽപ്പനകൾ വിളംബരം BC 539 ഉണ്ടാകുകയും ആ ബാബിലോണിലായിരുന്ന യെരുശലേം ദേവാലയത്തിൻ്റെ സകല ഉപകരണങ്ങളും തിരിച്ചെടുത്തു കൊണ്ടുപോയി യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി സെരുബാബേലും അതുപോലെ തന്നെ ഹഗ്ഗായി, സെക്കരിയാവ് അവരുടെയൊക്കെ ശ്രമഫലമായിട്ട് അടുത്തൊരു ദേവാലയം ഉണ്ടാകുകയും ചെയ്യുകയാണ്. പിന്നീടാണ് വലിയ ഹേരോദാവ് ഈ ദേവാലയത്തെ പുതുക്കി പണിയുന്നതും AD 70 തീത്തോസ് കൈസർ ആ യഹൂദന്റെ ആ ആലയത്തെ നശിപ്പിക്കുകയും ചെയ്തത്. ഇന്ന് ആലയമില്ല. ഇന്ന് ആലയം ഇല്ല എന്നുള്ളതല്ല, ഇന്ന് ആലയമുണ്ട്. ഇന്ന് ഭൂമിയിലെ ആലയം എന്ന് പറയുന്നത് ഓരോ ദൈവമക്കളുമാണ്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ അനുഭവിച്ച് വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവപൈതലും ആലയമാണ്. അതാണ് വേദപുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് യഹൂദൻ വീണ്ടും ഒരാലയം പണിയും. പിന്നീട് വരുന്ന സഹസ്രാബ്ദകാലം. അങ്ങനെയാണല്ലോ അത് മുൻപോട്ട് പോകുന്നത്. അപ്പം ഇതെല്ലാം ഭൂമിയിലെ ആലയങ്ങളാണ്. മോശ പണിത ആലയത്തിലെ അല്ലെങ്കിൽ മോശയുടെ ആ നിയമപ്പെട്ടകം അല്ലെങ്കിൽ ആ ഉപകരണങ്ങളൊന്നും ഇന്ന് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. പലതും നശിപ്പിക്കപ്പെട്ടു പോയി, പലതും മൺമറഞ്ഞു പോയി. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിൽ സ്ഥിരമായ ഒരു ആലയം ഉണ്ട്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് സ്വർഗത്തിൽ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി എന്നുള്ളതാണ്. സത്യത്തിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഒരു ക്ലാസ്സാണ്. എതിർക്രിസ്തുവിൻ്റെ പീഡനിമിത്തം തൻ്റെ ജനം കഷ്ടമനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ യഹൂദൻ കഷ്ടമനുഭവിക്കുമ്പോൾ ദൈവം അവനോടുള്ള നിയമത്തെ ഓർക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പ്രത്യക്ഷമാകുന്ന സ്വർഗത്തിലെ ആലയവും നിയമപ്പെട്ടകവും. പിന്നീട് അവിടെ അനന്തരമായി ചില സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. മിന്നല്, നാദം, ഇടിമുഴക്കം, ഭൂകമ്പം, കൽമഴ, അങ്ങനെ പോകുന്നു. അത് എവിടെയെല്ലാം ദൈവമഹത്വം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള എന്താ പറയുന്നത്, ഈ മിന്നല്, നാദം, ഇടിമുഴക്കം അത് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ദൈവശക്തിയുടെ ഒരു വലിയ പ്രതിഫലനമായി അല്ലെങ്കിൽ ദൈവമഹത്വം വെളിപ്പെടുന്ന ഇടത്ത് നാം കാണുന്ന ഇത്തരത്തിലുള്ള ചില പ്രവർത്തികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും ഒടുവിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്സിൽ ചിന്തിച്ചത് 2 സാക്ഷികൾ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചും ദൈവം അവർക്ക് നൽകി കൊടുത്ത സമയത്ത് ആ ശുശ്രൂഷ ചെയ്തതിന് ശേഷം അവരെ എതിർക്രിസ്തു അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും അവരുടെ ആ ഒരു ശരീരം അല്ലെങ്കിൽ അവരുടെ ആ ജഡം ഭൂമിയിലെ സകല ഭൂവാസികളും കാണുന്നതും ഏറ്റവും ഒടുവിൽ അവർ എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. 19-ാമത്തെ വാക്യത്തിലെ കാര്യങ്ങളാണല്ലോ നമ്മൾ ഇപ്പോൾ പറഞ്ഞത്.
14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗം നമുക്കൊന്ന് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കാം. നമ്മുടെ വിശ്വാസം പ്രത്യാശയും ഒക്കെ വർദ്ധിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങുകയും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു. 6-ാം കാഹളനാദത്തിനും 7-ാം കാഹളനാദത്തിനും ഇടയിലുള്ള അനുബന്ധ സംഭവങ്ങളായിട്ടാണ് സത്യത്തിൽ ഈ 11-ാം അധ്യായത്തെ നമ്മൾ കാണുന്നത്. 7-ാം കാഹളം ഊതുന്നതോടുകൂടി സാത്താനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുകയും പിന്നീടുണ്ടാകുന്ന ചില അനന്തര സംഭവങ്ങളുമാണ് നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ കാണുന്നത്. അതിനെയാണ് മൂന്നാമത്തെ കഷ്ടം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 കഷ്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലിനായി ആ ഭാഗങ്ങൾ ഒന്നുകൂടി വിവരിക്കുകയാണ്. ഒന്നാമത്തെ കഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ നമുക്കറിയാം ഒരു പൈശാചിക ഉളിപ്പട, അവരുടെ ആ ഒരു ആക്രമണം, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തേത് 9-ാം അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ആ ഒരു അശ്വ സൈന്യം, എങ്ങനെയാണ് മനുഷ്യരെ അത് ഉപദ്രവിക്കുന്നത്, അത് എന്താകാനാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ചിന്തിച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അതിനെക്കുറിച്ച് വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നീട് അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് 11-ാം അധ്യായത്തിലെ തന്നെ 2 സാക്ഷികൾ, അവരുടെ സ്വർഗാരോഹണത്തിൽ സംഭവിക്കുന്ന ഭൂകമ്പങ്ങൾ, കഷ്ടതകൾ, മരണങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, അടുത്തത് മൂന്നാമത്തെ കഷ്ടമാണ്. അപ്പോൾ ഈ 2 കഷ്ടതകളാണ്. ഏതാണ്? പൈശാചിക കുളിപ്പടകളുടെയും അല്ലെങ്കിൽ ഈ വെട്ടിക്കിളി എന്ന് പറയുന്ന ആ ഒരു ബാധ, ആ ഒരു ആക്രമണങ്ങൾ. അപ്പം ഈ 2 കഷ്ടതകളാണ് നമ്മൾ മുമ്പ് ചിന്തിച്ചത്. അതിനെ തന്നെയാണ് 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ 2 കഷ്ടം കഴിഞ്ഞുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ 7-ാമത്തെ കാഹളം ഊതുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു 6-ാം കാഹളത്തിനും 7-ാം കാഹളത്തിനും ഇടയിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും 7-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ ഭീകരമായ സംഭവങ്ങളാണ്. സാത്താനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുമ്പോൾ വലിയ കഷ്ടതകൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു. അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഹർമഗദോൻ യുദ്ധത്തോടുകൂടെയാണ്. 11-ാം അധ്യായത്തിന്റെ തന്നെ 18-ാമത്തെ വാക്യത്തിൽ നിന്റെ കോപം വന്നു എന്ന് നമ്മൾ കാണുന്നു. നിന്റെ കോപം വന്നു. 11-ന്റെ 18-ാമത്തെ വാക്യത്തിൽ ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു എന്നുള്ള ഒരു പ്രയോഗം നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പ്രസ്തുത കോപം തീരുന്നത് 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ദൈവ ക്രോധവും തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 7-ാമത്തെ ഈ ഒരു 7 ബാധയും തീരുന്നതോടുകൂടിയാണ് മൂന്നാമത്തെ കഷ്ടം തീരുന്നത്. അതോടുകൂടി സംഭവിച്ചു തീർന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. അത് കാണുന്നത് 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലാണ്. അതോടുകൂടി മൂന്നാമത്തെ കഷ്ടവും അവസാനിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു 2 കഷ്ടങ്ങൾ എന്തൊക്കെയാണ്, മൂന്നാമത്തെ കഷ്ടം എപ്പോഴാണ് തീരുന്നത് എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്? 7-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും ക്രിസ്തുവിനും ആയിരിക്കുന്നു എന്നുള്ള ഒരു ഘോഷം നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം നിറവേറുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലാണ്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മളത് ചിന്തിക്കും. അത് സഹസ്രാബ്ദ വാഴ്ചയിൽ പുതിയ ഭൂമിയിൽ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ഭൂമിയെ ദൈവം ന്യായം വിധിച്ച് ശുദ്ധീകരിച്ച് എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും നീക്കി രാജ്യം പിതാവിൻ്റെ
കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഈ ദൗത്യം ചെയ്യാനായിട്ട് കഴിയുള്ള ഒരൊറ്റയാളെന്ന് പറയുന്നത് കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ 5-ാം അധ്യായത്തിലും പിന്നീടുള്ള 6-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നത്. ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. 11-ന്റെ 15 ഇതിന്റെ നിവൃത്തി നമ്മൾ കാണുന്നത് 19-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യങ്ങളിലാണ്. സത്യത്തിൽ ഈ ഒരു പ്രവചനത്തിന്റെ നിവൃത്തി യെശയ്യാവ്, അതുപോലെ തന്നെ ദാനിയേല്, ഇവരെല്ലാം പ്രവചിച്ചിരുന്ന പ്രവചന ഭാഗങ്ങളാണ്. യെശയ്യാവ് 9:60. അപ്പം അങ്ങനെ പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും എന്താ പറയുന്നത്, ആ ഒരു ക്രിസ്തുവിന്റെ രാജ്യത്വവും ക്രിസ്തുവിന്റെ മടങ്ങിവരവും പൂർണ്ണ മഹത്വത്തിലുള്ള തൻ്റെ ആ ഒരു ശുശ്രൂഷകളുമൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിന്റെ 32, 33 ആ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പിതാവാം ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാജാവായി വാഴുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അപ്പം ആ പ്രവചനങ്ങളുടെ എല്ലാം നിവർത്തി ആസന്ന ഭാവിയിൽ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. അത് ഈ 3-ാമത്തെ കഷ്ടം കഴിയുന്നതോടുകൂടി സംഭവിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഓരോ ദൈവവൈതലും പ്രത്യാശയോടെ, വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ, ശുദ്ധീകരണത്തോടെ കാത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, അവൻ എന്നേക്കും വാഴും എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത് കർത്താവിൻ്റെ നിത്യമായ വാഴ്ചയെക്കുറിച്ച് ആണ് നമ്മൾ അതെ കാണുന്നത്. ഇനിയും വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ 17, 18 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാതികൾ കോപിച്ചു, നിന്റെ കോപം വന്നു, പ്രതിഫലം കൊടുക്കുവാനുള്ള കാലം വന്നു, നശിപ്പിക്കാനുള്ള കാലം വന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇത് ഏത് കാലമാണ്? സത്യത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് കൃത്യമായ ഒരു ഓർഡറിൽ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജാതികൾ കോപിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹോപദ്രവ കാലത്തെക്കുറിച്ചാണ്. നിന്റെ കോപം വന്നു എന്ന് പറയുന്നത് ഈ മഹാപീഡന കാലത്തെക്കുറിച്ചാണ്. അതായത് ദൈവക്രോധം ഭൂമിയിൽ ചൊരിയപ്പെടുന്ന കാലത്തെക്കുറിച്ചാണ്. അടുത്തത്, മരിച്ചവരെ ന്യായം വിധിക്കുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെള്ളസിംഹാസന ന്യായവിധിയാണ്. അടുത്തത്, പ്രതിഫലം കൊടുക്കുവാൻ പോകുന്ന കാലം വരുന്നു എന്ന് പറയുന്നത് അതും ഈ ന്യായവിധിയും സഹസ്രാബ്ദ വാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. അടുത്തത്, ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ഭൂമിയെ നശിപ്പിക്കുവാനുള്ള കാലം വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് 18-ാമത്തെ വാക്യത്തിലാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഹർമഗദോൻ യുദ്ധത്തിൽ ഒന്ന് സംഭവിക്കുന്നുണ്ട്. 2-ാമത്തേത് ഏറ്റവും ഒടുവിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം തീ ഇറക്കി ഭൂമിയെ ദൈവം ശുദ്ധീകരിക്കും. അതായത് ദൈവിക ന്യായവിധികൾ നീതിയോടുകൂടെ ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇത് വായിക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും, ഈ 7-ാം കാഹളത്തിങ്കൽ സംഭവിക്കുന്ന കാര്യമാണോ ഇതെന്നുള്ളത്. സത്യത്തിൽ ഇത് 7-ാം കാഹളത്തിങ്കൽ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇത് സത്യത്തിൽ ഭാവിയിൽ ക്രമാനുഗതമായി സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, കുറച്ചധികം സമയങ്ങളെടുത്ത് ഓരോ വാക്യങ്ങളും കാണിച്ച് ചെയ്യേണ്ടുന്നതാണ്. ഞാൻ ഇവിടെ ചർച്ചിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ ആ സ്റ്റഡി നടത്തുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. ഈ ഇങ്ങനെയുള്ള അതെ കുറച്ച് പരിമിതികൾ നമുക്കുണ്ട്. പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏറ്റവും ഒടുവിൽ 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ആ വാക്യത്തോടു കൂടി 11-ാം അധ്യായം തീരുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിലെ ദേവാലയം തുറന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ദീർഘമാക്കുന്നില്ല. സ്വർഗത്തിൽ ഒരു ദൈവാലയമുണ്ട്. ആ ദൈവാലയത്തിൻ്റെ അകത്ത് നിയമപ്പെട്ടകമുണ്ട്. ഇത് കാണിക്കുന്നത് ദൈവം തൻ്റെ ജനത്തോടുള്ള നിയമത്തെ മറക്കുന്ന ദൈവമല്ല, ഓർക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. അടുത്ത വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സിൽ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ സൂര്യധാരിണിയായ ഒരു സ്ത്രീയെക്കുറിച്ചും ആൺകുട്ടിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക്
അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു.